ഹായ്, സുഖല്ലേ? ഞാൻ 2-3 ദിവസമായി ചെയ്യണമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കൈസിനെ സംബന്ധിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് കൈസിൻ്റെ വീട്ടുകാരൊക്കെ ഭയങ്കരമായിട്ട് തെറി വിളിക്കുന്ന നമ്മുടെ നജില ഷാൻ, എന്നല്ലേ അവളെ പേര്? പുള്ളിക്കാരി ഭയങ്കര തെറി വിളിയാ. എന്താണ് റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ കൈസ് ഒരു ഫോട്ടോ കുട്ടിയുടെ വെച്ചു എന്ന് പറഞ്ഞിട്ട്, പക്ഷെ കൈസ് ബ്ലറാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അതാ കൈസ് ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, എനിക്ക് വിരോധമല്ല, ഇനി ബ്ലറാക്കിയിട്ട് ഞാൻ വെക്കണില്ല, കുട്ടികളുടെ അല്ലേ, കുട്ടികളുടെ കാര്യത്തിൽ നമ്മളെപ്പോഴും ഒരു പരിഗണന കാണിക്കണം, കുട്ടികളെ ഒരിക്കലും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരാൻ പാടില്ല. അപ്പോൾ പക്ഷെ ഈ കൊണ്ടുവന്നതാരാ? ഇവരൊക്കെ തന്നെ. ഇവള് ആദ്യത്തെ ഒരു ഭർത്താവിന്റെ കൂടെ, പിന്നത്തെ ഒരു ഭർത്താവിന്റെ കൂടെ, പിന്നെ അതിൽ തന്നെ സെക്കൻഡ്, ഫസ്റ്റ്, തേർഡ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു 3-4 ചാനലായിക്കണം ഇപ്പോൾ. ഇതിൽ മുഴുവൻ ഈ കഥകൾ തന്നെ പറയണത്. ബിസ്മില്ലി കള്ളുടിച്ചെന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ, വേണമെങ്കിൽ ഒന്ന് കണ്ടോളി. അതേമാതിരി തന്നെയാണ് ഇവളുടെ അവസ്ഥ. എന്ത്? അസ്സലാമു അലൈക്കും, അൽഹംദുലില്ലാ, എനിക്കും മക്കൾക്കും സുഖമാണ്, നിങ്ങൾക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങും അങ്ങോട്ട് പെരിഞ്ചാതി തെറി. ഇവർക്കൊക്കെ ഈ കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് തെറി വിളിക്കാം, എന്തും ചെയ്യാം, അതിനൊന്നും പ്രശ്നമില്ല. അറിയാതെ നമ്മുടെ വീഡിയോയിലൊക്കെ അങ്ങനെ കുട്ടികളുടെ തലയോ വാലോ മുഖോ എന്തെങ്കിലും ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാണ്. നമ്മളൊക്കെ ഇവർക്കെതിരെ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവരുടെ ആദ്യം വീട്ടിൽ പോയിട്ട് നമ്മളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല, അല്ലെ? ഇവർ ഈ സോഷ്യൽ മീഡിയയിൽ ഈ ചെറിയ മക്കളുടെ മുമ്പിൽ വെച്ചിട്ട് ഇത്രയും അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അവർക്ക് അവരുടെ മക്കളോ കുടുംബോ ഒന്നും പ്രശ്നമല്ല. നമ്മളെന്തെങ്കിലും ഇതിന് മറുപടി പറഞ്ഞോ അത് വലിയ പ്രശ്നമാണ്. എന്തായാലും കൈസിനെതിരെയുള്ള വീഡിയോ നിങ്ങൾ എത്ര പേര് കണ്ടിക്കണമെന്ന് അറിയില്ല. പിന്നെ ഞാനൊന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്, എന്നിട്ട് അതിന് മറുപടി വരാം. ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, നമുക്ക് മക്കൾക്ക് സുഖാണ്. കുറച്ച് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് സൗണ്ട് കുറച്ച് എന്തോ ഒരു കംപ്ലൈന്റ് വന്നുപോയി. അത് എന്റെ കയ്യിലെ മിസ്റ്റേക്കാണ്. സൗണ്ടിന്റെ കാര്യത്തിൽ മാത്രല്ല മകളെ, ഈ കാണിക്കുന്നത് സകലതും എന്റെ കയ്യിലെ മിസ്റ്റേക്കാ. പിന്നെ എന്ത് സൗണ്ട് അല്ലെ? ബാക്കി പറ. ഞാന് പാട്ടിന്റെ കേബിൾ കണക്ട് ചെയ്തിട്ടാണ് വീഡിയോ പിടിച്ചത്. പിന്നെ രണ്ടാമത്തെ വട്ടമാണ് എന്റെ കുഞ്ഞിന്റെ ഫോട്ടോ വെച്ചേക്കുന്നത്. ഇറ്റ്സ് മീ കൈസിന്റെ അടുത്താണ് പറയണത്. ഇപ്പൊ ഷാൻ വീഡിയോ ഇട്ടാല് ചോദിക്കും നിനക്ക് എന്താ കാര്യം എന്ന് ചോദിക്കും. അപ്പൊ എനിക്കാവുമ്പോ പറയാം, ഞാൻ പറയാണ്, എന്റെ മകളെ ഫോട്ടോ നീ വെക്കരുത്, നീയും ഒരു ഇസ്ലാമിൽപ്പെട്ട ഒരാളാണ്, നിനക്കും ഒരു കുട്ടിയുണ്ട്, അല്ലെങ്കിൽ നിന്റെ കുട്ടിയുടെ കാര്യമാണ് ഇങ്ങനെ വരുന്നതെങ്കിൽ നീ വെക്കോ? നിനക്ക് സത്യാവസ്ഥ എന്തെന്ന് അറിയാമോടാ? നിനക്ക് ഞാൻ അതായത് ഞാൻ പറഞ്ഞില്ലേ, പുള്ളിക്കാരി ഫോട്ടോ കുട്ടിയുടെ വെച്ചു എന്ന് പറഞ്ഞിട്ടാ, പക്ഷെ ഫോട്ടോ വെച്ചിട്ടൊന്നുമില്ല, ഫോട്ടോ ബ്ലറാക്കിയിട്ടാണ് അവൻ വെച്ചിട്ടുള്ളത്. അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് യൂട്യൂബ് തന്നെ അത് ഡിലീറ്റ് ആക്കും. കുട്ടികളുടെ കാര്യത്തിൽ അത്രയും യൂട്യൂബിൽ ഒരുപാട് കണ്ടീഷൻസ് ഉള്ളതാണ്. അപ്പൊ പറയാ, ഇജ്ജൊരു ഇസ്ലാം അല്ലേന്ന് കേൾക്കണം നിങ്ങള്. പിന്നെ അതിന് പുറമെ അനക്കുമില്ല കുട്ടികളെ എന്ന്. ഓനക്ക് കുട്ടിയായിട്ടൊന്നുമില്ല, ഓന്റെ പുതിയ കല്യാണം. അപ്പോൾ കുട്ടിയൊക്കെ ആയിട്ട് ഈ കുട്ടീനെ പ്രാകാം. നിങ്ങൾക്കൊക്കെ ആദ്യമുള്ളൊരു കുഴപ്പമാണ് എന്ത്? വീട്ടുകാരി കുട്ടികളെയും ആരിനൊക്കെ കിട്ടിയ അവരൊക്കെ പ്രാഗിയും കൊണ്ടും പിന്നെ ശപിച്ചും കൊണ്ടും ഉള്ള ഒരു വാക്ക്. ഇപ്പൊ 2 ദിവസം ആയിട്ട് ഇപ്പൊ എനിക്ക് ഇൻബോക്സിൽ വരുന്നൊരു കാര്യം എന്ത്? ഒരു കയ്യ് ഏതോ ഒരാളുടെ നെഞ്ഞത്ത് കൊണ്ടുവച്ചിരിക്കുന്നു. എന്നിട്ട് ഒരു പാട്ടുമുണ്ട്. എന്താണ് ആ പാട്ട്? മൈലാഞ്ചി പൂവുള്ള കയ്യാ നിന്റെ മാറത്ത് ഞാനൊന്ന്, ആ ഒരു പാട്ടുമുണ്ട്. അല്ല, അവളെ കല്യാണം കഴിഞ്ഞു ചോദിച്ചിട്ട്, ഞാൻ മണ്ണാർക്കാട് ആരുടെയും കല്യാണം നടത്തിയിട്ടുമില്ല, മുടക്കിയിട്ടുമില്ല. ഞാരെങ്കിലും കേട്ട് തീർക്കുക എന്തെങ്കിലും ആയിക്കോട്ടെ, അത് ഇന്ത്യ വിചാരിച്ചിട്ട് ഇന്നോട് അതിനെ കുറിച്ചിട്ടൊന്നും ചോദിക്കണ്ട. കാരണം എന്താ അറിയോ, അത് ഇനി മഹർ പോയി മഹറിന്റെ കായ് പോയി എന്ന് പറഞ്ഞ് വരുമ്പോ അപ്പൊ അറിഞ്ഞാൽ മതി നിങ്ങൾ. അത് വിവരങ്ങളൊന്നും ഉണ്ടായിരിക്കും, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ കൂടാ. കാരണം ഇതിന്റെ 2ാം നമ്പറാണല്ലോ ഇപ്പൊ ഇത്. കുറച്ച് കുട്ടികളെയും വെച്ചിട്ട് ഒന്ന് സഹായിക്കുമോ, ഒന്ന് ഇതാക്കുമോ? ഞങ്ങൾ ഡബർ പാലെടുക്കുകയായിരുന്നു, 400 രൂപ കിട്ടുമായിരുന്നു, എൻ്റെ മക്കളുടെ ബാപ്പ അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞും കൊണ്ട് ഇങ്ങനെ വീഡിയോ ചെയ്ത് പോവുകയായിരുന്നു. അതിന്റെ അടിയിൽ കൂടെയാണ് ഇപ്പൊ വെറും തെറിയും അതും ഇതുമായിട്ട്. എന്നാൽ ഇതിനെക്കുറിച്ച് പറഞ്ഞവര് ഭയങ്കര മോശാട്ടോ. അവർക്ക് എന്തും ചെയ്യാം. അവര് പറയുന്ന ന്യായം ഞങ്ങൾ എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ എന്തിനാ ഇടപെടുന്നതെന്ന്. അങ്ങനെയല്ല. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നിങ്ങൾക്ക് തോന്നിയത് പറഞ്ഞ അതിനെതിരെ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതിങ്ങോട്ട് അഭിപ്രായം കേൾക്കുമ്പോൾ അതിന് ഉത്തരം മുട്ടുമ്പോൾ നേരെ ഒന്നല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വണ്ടുക, അതല്ലെന്നുണ്ടെങ്കിൽ കുറെ അനാവശ്യം വീട്ടുകാരെ, ഉമ്മാനെ, ചെറിയ മക്കളെ തൊട്ടിട്ട് അനാവശ്യം വിളിക്കുക.
ഇത് ഇവരുടെ സ്ഥിരം പതിവാ. അതെന്താ പറയുക, ഉത്തരമില്ലാത്തവനാണ് പിന്നെ അക്രമം കൊണ്ടും അനാവശ്യം കൊണ്ടും നേരിടുക. അതാണിപ്പോ ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബാക്കി കേൾക്കാം. നിനക്ക് ഞാൻ പലതവണ വാർണിംഗ് തന്നതാണ്. തന്നിരുന്നു, പക്ഷെ അത് വാർണിംഗ് ആയിരുന്നു എന്ന് അറിഞ്ഞില്ല. എന്തായാലും ഞാൻ അവനോട് പറയാം, ബാക്കി പറയാം. നീ മക്കളെ ഫോട്ടോ വെക്കരുത്, മക്കളെ ഫോട്ടോ വെക്കരുത്, മക്കളെ ഫോട്ടോ വെക്കരുത് എന്ന്. നിന്റെ അടുത്ത് പലതവണയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളെ ഫോട്ടോ വെക്കരുതെന്ന്. അതിനൊക്കെ കാരണമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് ചൈൽഡ്, അവർ പറഞ്ഞത് ഇനി കുട്ടിയുടെ ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും ചെയ്യരുത്. അത് ഞങ്ങളോടല്ല പറഞ്ഞേക്കണേ, നിന്നോടും അവനോടും പറയണേ. നിന്റെ 4-ാമത്തെ 5-ാമത്തെ എത്രാമത്തെ ഭർത്താവ് ഇപ്പോൾ ഉള്ളത് നിലവിലെ, അവനോടും നിന്നോടും പറഞ്ഞിട്ടുള്ളത്. നാട്ടുകാരോടല്ല ചൈൽഡ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങളാണ് ആ ചെറിയ മക്കളുടെ മുമ്പിൽ വെച്ച് അത്രയും അനാവശ്യമായ വാക്കുകൾ ഉപയോഗിക്കുന്നത്. ഇവളെ കുറിച്ച് ആരെന്ത് പറഞ്ഞാലും അവരൊക്കെ പിന്നെ മോശക്കാരാ. എങ്ങനെ പിന്നെ നിന്റെ വീട്ടുകാരെ കുറെ പറഞ്ഞില്ലേ, അതേമാതിരി തന്നെ ഇപ്പൊ കൈസിന്റെ വീട്ടുകാരി. ഇവർക്ക് എവിടുന്ന് ഈ കഥകൾ കിട്ടണമെന്നൊരു പിടുത്തമല്ല. എന്തായാലും ബാക്കി കേൾക്കാം. നിനക്ക് റീച്ചിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നീ എന്റെ കാര്യം ഫോട്ടോ വേ. ഓക്കെ, ഞാൻ അംഗീകരിക്കുന്നു. നീ മോളെ ഫോട്ടോ റിമൂവ് ആക്കണം, 2 ഫോട്ടോ നീ റിമൂവ് ആക്കണം. അല്ലെങ്കിൽ നമ്മൾ നിയമത്തിന്റെ വഴിയിൽ മുന്നോട്ട് പോകും. കൊച്ചിനെയും കൊണ്ട് തന്നെ പോകും. കാരണം എന്ന് വെച്ചാൽ നിനക്ക് ഫോട്ടോ വെക്കാൻ, കാരണം എന്റെ ചാനലിൽ അവളെ ഹാപ്പിനെസ് ആയിട്ടിരുന്നിട്ടുള്ള ഫോട്ടോസാണത്. നീ അത് എടുക്കേണ്ട കാര്യമില്ല. ഈ ഇറ്റ്സ് മീ കൈസിന്റെ നമ്പർ ആർക്കെങ്കിലും അറിയാമെങ്കിൽ എനിക്കൊന്ന് വാട്സപ്പിൽ ഷെയർ ചെയ്യണേ. എന്റെ ചാനലിന്റെ മുകളിൽ കിടപ്പുണ്ട് നമ്പർ. അല്ല, ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്തോ, 98 46 234 532. അതിൽ കോണ്ടാക്ട് ചെയ്ത് തന്നാലും മതി. കാരണം ഇവന് ജനങ്ങളെ മുമ്പ് തെറ്റിദ്ധാരണയില് വലിയ ആളെന്ന നിലയ്ക്ക് കൊത്തലേനെ പോലെ വന്നിരുന്നു കൊഞ്ഞുഞ്ഞുഞ്ഞെന്നും പറഞ്ഞുകൊണ്ട്. നിന്റെ കുടുംബ ജീവിതത്തിലെ കാര്യങ്ങൾ എടുത്ത് പബ്ലിക്കിലിട്ട് കുറ്റി പൈസ ഉണ്ടാക്കടാ. ഓന്റെ കുടുംബം സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കളിക്കണില്ല, അവൻ മാത്രമേ കളിക്കണുള്ളൂ. അവനാന്റെ വീടിന്റെ ഉള്ളിലത്തെ കാര്യങ്ങൾ അവനാന്റെ വീടിന്റെ ഉള്ളില് അവിടെ ആ അകത്ത് വെച്ച് തീർക്കാൻ കഴിയണം. അതിനാണ് നല്ല ഫാമിലി എന്ന് പറയാ. എന്നിട്ട് പറയാ എന്റെ കുടുംബക്കാരിടറാ, ഞങ്ങളിൽ ഇടപെടണ്ട. നിങ്ങളിൽ ഇടപെടുന്ന പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടല്ല ഇതൊന്നും റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഓരോ ദിവസം ദാ ഷാൻ വന്നു, ദാ ഷാൻ പോയി, ഇന്ന് ഷാന് കുടിച്ചിക്കണു, ഇന്ന് ഷാന് വലിച്ചിക്കണു, ഇങ്ങനെ പറഞ്ഞ് മെസ്സേജ് മറ്റേ വീഡിയോസ് ഇട്ടിരുന്നത് നീയാ. അപ്പൊ ആ നിനക്കെതിരെ തന്നെ കൈസ് സംസാരിച്ചിട്ടുള്ളത്. അതിലെന്താ തെറ്റ്? ജനങ്ങൾക്കൊക്കെ മനസ്സിലാകും. നിന്റെ ഒരു കമന്റ് എടുത്ത് നോക്കിയേ, ഒരാള് നല്ലത് പറയുന്നുണ്ടോ? ഇല്ല. അതെന്തുകൊണ്ടാ? നിന്റെ മോശത്തരം കൊണ്ട്. ബാക്കി പറ. യോഗ്യത എന്റെ കൊച്ചുങ്ങള് അതാ ആറ്റുനോറ്റ് കിട്ടിയ ഓരോ സന്തതി. ഇതിനെല്ലാം കാരണം എന്തെന്നറിയാമോ? ആ റഹീമിന്റെ വരവ്, അവന്റെ റഹീമിന്റെ വോയിസ് കുടിച്ചും വല്ലാത്ത റഹീമിന്റെ ഗതികേടാ, വല്ലാത്തൊരു ഗതികേട്. അന്ന് ഇന്നെ പറയുന്നതിന്റെ അടിയിക്കും അതവിടെ നിർത്തിയിട്ട് റഹീമിന്റെ മണ്ടക്ക് കയറി. ഇപ്പൊ കൈസിനെ പറയുന്നതിന്റെ അടിയിക്കും അവിടെ നിർത്തിയിട്ട് ഇത് 24 ഊണിലും ഉറക്കത്തിലും റഹീമെന്ന് ആലോചിച്ച് നടക്കുള്ളൂ സ്ത്രീ. അല്ലാതെ ഇപ്പൊ എന്താ പറയാ? ബാക്കി പറ. കുടിച്ചും പെടുത്ത് നടക്കണ സ്വന്തം കുടുംബം പോലും നോക്കാത്തവനെ നിനക്ക് ഞാൻ കാണിച്ചു തരാം. നിന്റെ നീ മറ്റുള്ളവർക്ക് പറഞ്ഞു, നീ വന്ന് കണ്ണാടി വണ്ടി ഇങ്ങനെ ആകൂല്ലേ കണ്ണൊക്കെ ഉരുട്ടിട്ട്. നിന്റെ അടുത്ത് ഇപ്പോഴും ഞാൻ പറയുന്നുണ്ട്, നമ്മളെ മക്കളാ. അതിനിപ്പം 4 മക്കളുണ്ട് ഇവിടെ ദുനിയാവില്. ഒന്ന് ഷിജാസ്, ഒന്ന് മസ്റൂറ, മുഷ്താഖ്, ഇവരെല്ലാരും ഉണ്ട്. നീ മക്കളെ ഫോട്ടോ ഇടണ്ട. നിന്നെ തേടി നമ്മൾ വരുന്നതുമില്ല, നമുക്ക് അതിന്റെ ആവശ്യമില്ല. പിന്നെ ചെപ്പീനാരടുത്ത് പറയാനുള്ളത്, നീ ഇനി എന്ത് കുന്തം കാണിച്ചെന്ന് പറഞ്ഞാലും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. നമുക്ക് രണ്ടുപേർക്കും നീ നിങ്ങൾക്കൊരു ബാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ നിങ്ങൾ ഇത്ര സീരിയസ് ആക്കി എടുക്കണേ? ഇപ്പൊ പറഞ്ഞ തെറിയില്ലേ, അവിടെ വേറെ ഇല്ലേ ചെറിയ മക്കള്? ഇതൊക്കെ നിങ്ങൾ മാതൃകയായിരിക്കും അല്ലേ? ബാക്കി പറ. മാനസിക രോഗമാണ്, അല്ലെങ്കിൽ അതാണ് ഇതാണ്. നിനക്കൊരു രോഗവും ഇല്ലല്ല. നീ എല്ലാരെയും രോഗക്കാരിയും രോഗക്കിടക്കയിലാക്കുന്നോളല്ലേ. അപ്പം എനിക്ക് പറയാനുള്ളത്, പിന്നെ വേറെ നീ റീച്ചിന് വേണ്ടി ഉണ്ടാക്കാൻ വേണ്ടി ഇതൊക്കെ ദഹിച്ചോടാ. നിന്റെ പെണ്ടാട്ടിക്കും നിന്റെ മക്കൾക്കും കേറ്റാൻ കൊടുക്കുമ്പോ ഇവിടെ പോയി കിളച്ചുണ്ടാക്കടാ. ആരാപ്പ ഈ പറയുന്നേ? അതാപ്പ ഞാൻ ആലോചിക്കുന്നത്. ഒരു സൈഡിൽ നിന്ന് ഒരു മാപ്പിള, ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വേറൊരു മാപ്പിള, ബാക്കിൽ നിന്ന് വേറൊരു മാപ്പിള, ഫ്രണ്ടിൽ നിന്ന് വേറൊരു മാപ്പിള, അതിന്റെ അടിയിൽ കൂടെ ഒപ്പം നിന്ന് യുദ്ധം ചെയ്യാൻ വേറൊരു മാപ്പിള. ഇതിനൊക്കെ വെവ്വേറെ അക്കൗണ്ടും. എന്താ പറയണേ? പോയി കളച്ചുണ്ടാക്കടാ. ശരി എന്നാ പറ. മറ്റുള്ളവരെ കുടുംബജീവിതം, ഒരു ഷാജിദ, ഒരു നെജില, അതേപോലെ തന്നെ പല പെൺപിള്ളേരെ. ഈ മര്യാദക്ക് പ്രായപൂർത്തിയാവാത്ത കുട്ടിയാണ് അവള്, കുഞ്ഞു മോളാണ്. ഫോട്ടോ റിമൂവ് ചെയ്ത് കുട്ടിയുടെ കാര്യല്ലേ? ഞാനൊന്ന് പേടിച്ചു.
ആർക്കപ്പ ഈ പ്രായപൂർത്തിയാവാത്തെന്ന് പറ. അവളെ ഫോട്ടോ നീ റിമൂവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് രണ്ടാമത്തെ തവണയാണ് വാർണിംഗ് ഇരുന്നത്. എടാ 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 ഞാൻ നിന്നെ വിളിച്ച വിളിക്കും. നിനക്ക് നിനക്ക് നീ കൊറേ ആയി എന്റെ അമ്മയായിട്ട് നീ ഊമ്പാൻ തുടങ്ങിയിട്ട്. ഇജ്ജ് അവനെ പറ, ഇജ്ജ് ആരടാ? ഇജ്ജ് ആണുങ്ങളെ പോലെ ജീവിക്ക്. നിന്റെ അവളെയൊക്കെ അക്രമം കാരണല്ലേ ആ കുട്ടീനെ ചൈൽഡ് കെയർ വന്ന് കൊണ്ടുപോയത്. നിന്റെയൊക്കെ വാ തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരുന്ന സംസാരങ്ങൾ ഇതല്ലേ? ഇതൊന്നും പ്രശ്നമില്ല. ഇതൊക്കെ കുട്ടികൾക്ക് നല്ല മാതൃകയാണല്ലേ നിങ്ങൾ കൊടുക്കുന്നത്. പിന്നെ കൈസ് ഒരു ഫോട്ടോ ബ്ലർ ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞതാണ് നിങ്ങളെ ഏറ്റവും വലിയ വിഷയം. ഹൗ സംഭവം തന്നെ ഞങ്ങള് പറ. മതിയായില്ലേ? പിന്നെ വേറൊരു കാര്യം പറയാനുണ്ടെന്ന് വെച്ചാല് നമ്മളെ മക്കളെ നിനക്കെടുത്തോണ്ട് ഇടേണ്ട കാര്യമില്ല. നീ നമ്മളെ ഇട്ടോ, നമ്മുടെ രണ്ടുപേരെ ഫോട്ടോ ഇട്ടപ്പോഴും നമ്മളൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ബേക്കിന്ന് വന്നിട്ടുമില്ല. നീ എത്ര പ്രാവശ്യം ആ ഈ ചങ്ങായി എവിടുന്ന ഈ വരുന്നു കണ കണ പറഞ്ഞിട്ട് ഒരു കാര്യം പറയുമ്പോ ഒരാള് പറയും ഇവിടെ പോയി അവിടെ വന്നു നമ്മളെല്ലാം മിണ്ടിയാ. നിനക്ക് നാളെ ഞാൻ കാണിച്ചു തരാം നിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. നീ ഏത് നാട്ടുകാരനാണെന്നും ബാക്കി കാര്യങ്ങളാണെന്നും കുറെ റിയാക്ഷൻകാരങ്ങ് ഇറങ്ങി വെക്കണം. അത് ഇനിയും കൂടി ഉദ്ദേശിച്ചാന്നാ തോന്നുന്നത്. റിയാക്ഷൻ വീഡിയോക്കാർ ഇറങ്ങിയിരിക്കുന്നു പറഞ്ഞാൽ റിയാക്ഷൻ വീഡിയോക്കാർ മുഴുവൻ തെങ്ങുമെന്നല്ലായിരുന്നു ഇങ്ങോട്ട് ഇറങ്ങി വരാന്. നിങ്ങളെ പോലത്തെ ഒരു സോഷ്യൽ മീഡിയക്ക് കുടുംബം മറ്റേ കുട്ടികളെ എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളവരെ തെറി വിളിക്കും. ഒരു എന്താ പറയാ, നമ്മളെ മലയാളികൾക്ക് പറ്റാത്ത സംസ്കാരം ആയിട്ട് ഉള്ള ജീവിതം കാണുമ്പോൾ അതിനെതിരെ സംസാരിക്കുന്ന ആളുകളൊക്കെ നിങ്ങൾക്ക് മോശക്കാരാവും. കാരണം അത് നിങ്ങളുടെ എന്താ കുറവുകൾ പറയല്ലേ. നിങ്ങൾക്ക് ഇതൊക്കെ വന്ന് ഈ സോഷ്യൽ മീഡിയയിൽ പറയാൻ റൈറ്റ്സ് ഉണ്ടെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാനുള്ള റൈറ്റ്സ് ഞങ്ങൾക്കും ഉണ്ട്. പറ. നീ എന്നിട്ട് നമ്മളെ കുറിച്ച് ചെയ്യും. നമ്മളെ കുറിച്ച് പറയാൻ കണ്ടന്റ് പറയാനത്. നീ കൊച്ചിന്റെ കണ്ണിന്റെ അവിടെ മാത്രം പിടറാക്കി വെച്ചിട്ട് നീ വീഡിയോ എന്തിടുന്ന? നീ എന്തൊരു കാണിക്കുന്ന? നിന്റെ ഉമ്മയും പെണ്ടാട്ടിയും പബ്ലിക്കിൽ ഇറക്കടാ. നിന്റെ പറയിപ്പിക്കണ്ട പറഞ്ഞ പോലെ കൊണ്ടുപോയി നിന്റെ ഉമ്മയെ തള്ള കോഴിക്കോട്. ഒന്നല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മാതാവിന്റെ പിതാവിന്റെ സ്നേഹാർജ്ജം വളരണം. അതല്ല, നിങ്ങൾ ജന്മം കൊടുത്ത മക്കൾക്ക് നിങ്ങളൊരു മാതാവോ പിതാവോ ആയിട്ട് ജീവിക്കണമായിരുന്നു. ഇത് രണ്ടും ഇല്ലാത്തതിന്റെ പേരിൽ മറ്റൊരാളുടെ ഉമ്മാക്കും വാപ്പാക്കും ഒക്കെ തെറി വിളിക്കുന്നത് ഒരലങ്കാരം അഹങ്കാരമാക്കി വെക്കരുത് നിങ്ങൾ. മനസ്സിലായോ? അതറിയണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പ്രസവിച്ച് കൂട്ടിയാൽ മാത്രം പോരാ. മക്കളോട് നമുക്കൊരു എന്താ പറയാ ഒരു അറ്റാച്ച്മെന്റ് വേണം. അത് നിങ്ങൾക്കില്ല. അതിനെങ്ങനെ ഒന്ന് കെട്ടുക, അതിലൊരു കുട്ടിയാവുക, അപ്പളത്തിന് അടുത്തത് മറ്റേ കെട്ടാൻ പോവുക, അത് തീർക്കുക, അടുത്തത് കെട്ടാൻ പോവുക, അത് തീർക്കുക. ഇതിനിപ്പോഴും ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ല. പണ്ടൊരാള് ഒരു കല്യാണത്തുമ്പോ തുടങ്ങിയതാ, ആ കല്യാണം ഇതുവരെ നിന്നിട്ടില്ല. അതല്ലേ ഇപ്പൊ നിങ്ങളുടെ ജീവിതം അല്ലെ? നിങ്ങൾ തമ്മിലൊന്ന് തെറ്റി നോക്കണ്ടേ? നിങ്ങളൊക്കെ എത്രത്തോളം മാന്യന്മാരാണെന്ന് നിങ്ങൾ തന്നെ പരസ്പരം വിളിച്ചു പറയുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയയില് അല്ലെ? അപ്പൊ കൈസിന്റെ കാര്യം, കൈസിന്റെ കുടുംബത്തിന്റെ കാര്യം നിങ്ങൾ വിലയിരുത്തണ്ട. പറ. വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം. നിങ്ങൾക്ക് ചെയ്യാം, എന്നെ ഈ കാര്യം ചെയ്യാം. നമ്മളെ 3 മക്കളെ ഫോട്ടോ വെക്കരുത്. നമ്മുടെ ഫാമിലി വ്ളോഗ് ചെയ്യുന്നവരാണ്. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. അത് ശരി. ഇത് ഫാമിലി വ്ളോഗ് ആയിരുന്നല്ലേ? ഞങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചിക്ക. ഞങ്ങളെ നാട്ടിൽ ഇതിന് ചീത്തവിളി വ്ളോഗ്സ് എന്നാ പറയാല്ലേ. അത് ഫാമിലി വ്ളോഗ്സ് അല്ലേ? ഏതൊക്കെ ഫാമിലി? നിങ്ങൾ ഉണ്ടാവുക നല്ല ഫാമിലി കേട്ടോ. ബാക്കി പറ. ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇവിടുത്തെ കുറെ നാട്ടുകാർ മറ്റുള്ളവരെ കോണ്ടാക്ട് ചെയ്ത് അതും ഇതും പറഞ്ഞ് ഇത് പ്രശ്നത്തിന് രൂക്ഷമായി. പഠിച്ചാ തട്ടാത്ത വാക്കൊന്നും പറയല്ലേ മകളെ. രുഷ്യമായിത്തര രുഷ്യം ഊന്ന് പോയത് പറന്നു പോയി എന്നൊരവസ്ഥയായി. ചെപ്പിന്റെ നീ പറഞ്ഞേ ബാക്കി 2 എണ്ണത്തിനെയും കൂടെ എടുക്കായി. നിന്റെ മോയ് കെട്ടാച്ചരക്കായിട്ട് അവിടെ ഇരിക്കോടി. നിന്റെ മോയ് കെട്ടാച്ചരക്കായിട്ട് അവിടെ ഇരിക്കും. കാരണം എന്തെന്നറിയാമോ? നീ പലരിടത്തും പറഞ്ഞില്ല എന്റെ മോനിക്കൊരു സംബന്ധം. ആ പറഞ്ഞത് ശരിയാട്ടോ. ഇതുപോലുള്ള ആളുകളുടെ ഒക്കെ മക്കൾ ആരെങ്കിലും കെട്ടോ? ഇവരതാണ് പിന്നെ ക്യൂവാ. ആദ്യം ഞാൻ എന്റെ പെണ്ണുങ്ങളെ കെട്ടെന്ന് നിർത്ത്. മനസ്സിലായോ?
ഇജ് ആദ്യം അതൊന്ന് നിർത്ത്, മക്കളെ കാര്യം അവിടെ നിൽക്ക്, എന്റെ കെട്ടിയോളെ കെട്ടൊന്ന് നിർത്ത്. എന്നാൽ തന്നെ കുറെ ഇവിടെ മറ്റുള്ളവർക്ക് സമാധാനം ഉണ്ടാവും. ഇജിപ്പോ നാട്ടുകാരെ മക്കളെ എങ്ങനെ കെട്ടും എങ്ങനെ തീർക്കും ആലോചിച്ചിട്ട് ഇജ്ജ് ബുദ്ധിമുട്ടണ്ട. ഇജിപ്പോ എന്റെ ലാസ്റ്റ് വന്ന് നിക്കല്ലേ ഇപ്പൊ എന്റെ അടുത്ത്, ഇജെന്റെ വിചാരിച്ച് ഇത് ഇവിടെ നിക്കുന്നോ? അത് അവിടുന്നും പോപ്പോ കണ്ടോ ഞാൻ അടുത്ത രജ ഇപ്പം ബുദ്ധിമാനാ, ഇവ എളുപ്പം അക്കൗണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ. കാരണം എന്താ അറിയോ, ഓള് പോവുകയാണെന്നുണ്ടെങ്കിൽ ഓൾക്കെതിരെ സംസാരിക്കാനൊരു ഇതായല്ലോ, പ്ലാറ്റ്ഫോം ആയല്ലോ. കൊള്ളാം, പറ. ഇന്നലെ ആ പർദ്ദയിട്ട സ്ത്രീയാണ് പറഞ്ഞത്. ഇന്നിപ്പോ പറയാനായിട്ട് ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞ് നമ്മളെ ജീവിക്കാൻ തരുന്ന പറയാനായിട്ട്. ആ പർദ്ദയിട്ട സ്ത്രീയുടെ അടുത്ത് അവളെ ഉമ്മ ഉണ്ടല്ലോ, അവര് കളക്ടറേറ്റിൽ കിടന്ന് കൊല്ലത്ത് കിടന്ന് ഇടി നിന്റെ ബാക്ക്ഗ്രൗണ്ട് പറയുമ്പം നീ നമ്മളെ എടുത്തിട്ട് പറയുമ്പോ നമുക്ക് നിന്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് അന്വേഷിക്കാം. നീ പോയിട്ട് നിന്റെ നാട്ടുകാരെ കൊണ്ട് നല്ല ഒരു ഇന്റർവ്യൂ ചെയ്താൽ നല്ലതായിട്ട് തോന്നിപ്പിക്കുന്ന നിന്റെ ഉമ്മായെ, നിന്നെ, പിന്നെ നിന്റെ സഹോദരൻ ഷാനവാസല്ലേ, അവൻ കുടുംബമായിട്ട് ജീവിക്കുന്നു. അവൻ നല്ല കുടുംബത്തിൽ പെണ്ണ് കെട്ടി അവരെ കൂടെ നാണക്കേടുണ്ടാക്കാതെ. ആ പെണ്ണിന്റെ ഉമ്മയുണ്ടല്ലോ എന്ത് പാവ സ്ത്രീ, എന്റെ കൊച്ചുനാൾ പോലും അറിയുന്ന സ്ത്രീയാണല്ലോ അവര്. പേടിച്ച് ഇതൊന്നും ഉണ്ടായിരിക്കും. ഈ റഹീമില്ലേ, ഈ റഹീം എന്ന് പറയുന്നവന് ഇവളെ വിളിച്ചിട്ട്, അപ്പൊ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും, ഞാൻ അതുകൊണ്ട് ഇതിൽ ഉൾപ്പെടുത്താത്ത ഒരു കോൾ റെക്കോർഡ്. ഇനി നീ എനിക്കെതിരെ സംസാരിച്ച ഞാൻ നിന്റെയും എന്റെയും പേര് വെച്ചിട്ട് പുതിയൊരു ചാനൽ തുടങ്ങുന്നു. അപ്പൊ പോൾ ആ ചെറിയെന്ന് കാണണം. ഏത് പെട്ടു വിചാരിച്ചിട്ട്. കാരണം എന്താ വെച്ചിട്ടാ ആകെ എല്ലും തോലുമായിട്ടുള്ള ഒരു ഇവളുണ്ട്. ഇവൾക്കാണെങ്കിലോ എത്ര മാപ്പിളയെന്ന് ഇവൾക്ക് തന്നെ വിടുത്തല്ലാത്തൊരു സ്ഥിതിയാണ്. ആദ്യത്തെ മാപ്പിള വിളിച്ചിട്ട് പറ, ഈ മാപ്പിളിനോട് നീ വല്ലാണ്ട കളിച്ച ഞാനും അവളും ഇപ്പോഴും ബന്ധം വേർപിരിഞ്ഞിട്ടില്ല, പിന്നെ ഞാൻ അവളുടെയും പേര് വെച്ചിട്ട് ഞാനും തുടങ്ങും അക്കൗണ്ട് എന്ന്. ഞാനതാ ആലോചിക്കണേ. ഇനിയിപ്പൊ ഈ പോയ 4 മാപ്പിളാരില്ലേ, ഇവറ്റനെ ഇങ്ങനെ ചൊബ്ബില് രണ്ടാൾ ചൊറിഞ്ഞ് പോലും കൂടി അക്കൗണ്ടാണ് തുടങ്ങിയ ഞമ്മക്ക് ഇവിടുന്ന് എങ്ങോട്ടേലും പോകാം. അതായിരിക്കും ഉണ്ടാകാൻ പോണത്. ഇവരൊക്കെ വിചാരം ഞാൻ അങ്ങനെ ആലോചിക്കും, എപ്പോഴും ആലോചിക്കുന്ന ഒരു വിഷയമാണ്. എന്താ വെച്ചിട്ടാ, ഈ മക്കൾക്ക് യാതൊരു വിലയും നിലയും കൊടുക്കാതെ മക്കൾക്ക് എന്താണ്, മക്കളുടെ വാല്യൂ എന്താണെന്ന് അറിയാത്തവർക്കാണ് പടച്ചോൻ നല്ലോണം മക്കളെ കൊടുക്കുക. ഒരു 3, 4, 5 മക്കളുണ്ടാവും. ഇവറ്റിനെ വെച്ച് മാക്സിമം എത്ര കാശ് ഉണ്ടാക്കാൻ പറ്റുമോ അത്ര കാശ് ഈ മക്കളെ കാണിച്ചിട്ട് ഇവര് സഹായം തേടും ജനങ്ങളുടെ അടുത്ത്. ഇതൊക്കെ മക്കളുടെ പേരും പറഞ്ഞ് ജനങ്ങൾ കൊടുക്കുകയും ചെയ്യും. എന്നാൽ അതിനനുസരിച്ചിട്ട് ഈ മക്കളെ നോക്കുവോ? ഇല്ല. അവർ പുതിയ മറ്റേ ആളുകളെ തേടിയിട്ട് ഇങ്ങനെ പോവും. അവർക്ക് അപ്പോഴും അവരുടെ സുഖാണ്. ഈ പേരും ഈ നമ്മൾ നോക്കുമ്പോ എന്താ, ആ കുട്ടികൾക്ക് വേണ്ടിയിട്ടല്ലേ നമ്മൾ സഹായിക്കണേ എന്നുള്ളതാ. പക്ഷെ സത്യത്തിൽ സംഭവിക്കുന്ന എന്താ അറിയോ, കുട്ടികളുടെ പേര് മാത്രമേ ഉള്ളൂ. അതിനെതിരെയാണ് ഞാൻ മുമ്പ് സംസാരിച്ചിട്ടുള്ളത്. ഇവരൊക്കെ നോക്കാം, ഇവരുടെയൊക്കെ തുടക്കം എങ്ങനെ അറിയോ, സ്വന്തം മാതാവിനെയും പിതാവിനെയും സമൂഹത്തിന്റെ അടിയിൽ അത്രയും തെറി വിളിച്ചിട്ടും അത്രയും അപമാനിച്ചിട്ടും. ലോകത്ത് ആരൊക്കെ സ്വന്തം മാതാപിതാക്കളെ മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിച്ചിട്ടുണ്ടോ, അവരുടെ മുമ്പിൽ തരം താഴ്ത്തിയിട്ടുണ്ടോ, ഒരിക്കലും നന്നായ ചരിത്രമല്ല. മാത്രമല്ല ഇവർക്കൊക്കെ 4, 5 മക്കളാണല്ലോ. ഇവർ വിചാരിക്കുന്ന എന്താ അറിയോ, ഇവരുണ്ട് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അങ്ങോട്ട് കൂട്ടിപ്പിടിച്ച് നോക്കും ഈ മക്കൾ ഇവരേന്നാ. പക്ഷെ ഇവരുടെ ബാല്യം എങ്ങനെയാണ് ഇവർ കാണുന്നത്? ഈ സ്ത്രീകൾ തന്നെ അവരുടെ ഉമ്മാനെയും വാപ്പാനെയും സഹോദരങ്ങളെ എല്ലാം ഭയങ്കരമായിട്ട് തെറി വിളിച്ചിട്ടും അപമാനിച്ചിട്ടും ഒക്കെയാണ് ഇവര് ഈ മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നത്. ആ മക്കൾ വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇവരെ നോക്കും? ഇവരുടെ മാതൃക തന്നെയല്ലേ അവരും തുടരുക. ഇവർക്ക് എന്ത് പോയാലും റീച്ച് മതി. അതാണ് ഇവരെ ഒരു കൺസെപ്റ്റ്. അതിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഓന്റെ ഉമ്മാക്ക്, ഓന്റെ വാപ്പാക്ക്, ഓന്റെ ഭാര്യക്ക്, ഓന്റെ മക്കളെ, പെങ്ങളെ ഇവരങ്ങോട്ട് തുടങ്ങും. ഇവരെന്താ വെച്ചിട്ടാ, ഇവര് തെറി കൊണ്ട് തോൽപ്പിക്കാൻ നോക്കുകയാണ്. പക്ഷെ അതെല്ലാവരുടെ അടുത്തും നടക്കൂല. മനസ്സിലായോ? തെറി പറഞ്ഞിട്ട് നമ്മുടെ വാ അടപ്പിക്കാൻ നോക്കുക. ഇതിപ്പോ എല്ലാവരുടെ നടക്കണ്ടേ? ഇപ്പൊ എന്തായി? നല്ല മറുപടി കൈസിന്റെ അടുത്താണ് കിട്ടി അല്ലേ? ഇനിയിപ്പൊ വരും ചിലപ്പോ അടുത്തത് ഞാനാക്കാരോ. ഇനി എന്തൊക്കെ ഉണ്ടാക്കാന്ന് അറിയില്ല. അങ്ങോട്ട് ഉണ്ടാക്കട്ടെ, അല്ല അപ്പൊ എന്താ ഇനിയിപ്പൊ ഇവിടേക്ക് കണക്ട് ചെയ്യുവോ? എങ്ങനെ നമ്മളെ രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കാന് അതിനൊക്കെ ഇവിടെ ഇഷ്ടമായ ആളുണ്ടല്ലോ. പൊന്നിക്ക മണ്ണാർക്കാട്ടിൽ നിന്ന് സഹായിക്കാം. ഇതിന്റെ നേരെ ഒരു ഫോട്ടോസ്റ്റാറ്റ് വേറെ ഉണ്ടല്ലോ. സോറി, ഇതിന്റെ ഫോട്ടോസ്റ്റാറ്റാ അത്. ഇനിയിപ്പൊ ആര് സഹായിച്ചാലും വേണ്ടില്ല, സഹായിച്ചില്ലെങ്കിലും വേണ്ടില്ല. ഞാൻ പറയുന്ന കാര്യങ്ങളിൽ എനിക്കൊരു ശരി ഉണ്ടെങ്കിൽ ഞാൻ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും.
അത് ആരെ കൊണ്ടും തടയാൻ കഴിയൂല. കാരണം എന്റെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ മിക്കതും നിങ്ങൾ നോക്കിക്കൊള്ളുണ്ടു. മാതാപിതാക്കളെ മക്കളെ വേദനിപ്പിച്ചവർക്കെതിരായിട്ടായിരിക്കും ഞാൻ കൂടുതൽ വീഡിയോ ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് ഓരോ കണ്ടന്റ് എടുത്തറിയാം. ഞാൻ അങ്ങനെ വലിച്ചു വാരി ചെയ്യുന്ന ആളൊന്നുമല്ല. അപ്പൊ എന്തായാലും ഞാനോട് പോട്ടെ എന്നാ. അസ്സലാമു അലൈക്കും. ഹംദുലില്ലാഹ്.